മഴയില് കേട്ടോ, മഴയില് മഴയുള്ള സമയത്താട്ടോ നമ്മള് വന്നേ. ഇത് നമ്മുടെ മാരാരിക്കുളത്തുള്ള ഒരു ഹിഡൻ ബീച്ചാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നല്ല വൃത്തിയുള്ള ബീച്ചാണ്. ഇതേ മറ്റേ ട്രൈപോഡൊക്കെ ട്രൈപോഡല്ലേ നിരത്തി വെച്ചിട്ടുണ്ട്. ട്രൈപോഡ് മാരാരിക്കുളത്തൊക്കെ നല്ല തിരക്കായിരിക്കും സൺഡേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് വിശാലമായിട്ട് ഇവിടെ മൊത്തം നടന്ന് കാണാം. അധികം തിരക്കുമില്ല, കണ്ടില്ലേ? തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ അവിടെ ആ കടലിന്റെ നടുക്ക് വരെ നടന്നു പോകാനുള്ള പാറക്കെട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് നടന്ന് പാറക്കെട്ടല്ലേ കടൽ ഭിത്തിയ. കടൽ ഭിത്തി വഴി നടന്ന് ആ നടുക്ക് വരെ പോയി നിന്ന് നല്ലോണം വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് സൺസെറ്റ് ഒക്കെ കണ്ടുവരാൻ കേട്ടോ. നല്ല സ്ഥലമാണ്, നല്ല കാറ്റുകൊണ്ട്, മെയിൻ ആയിട്ട് വൃത്തിയുണ്ട്. അത് ആൾക്കാര് വരാത്തോണ്ടാ. അതെ, ആൾക്കാര് വരാത്തോണ്ടാ. ഇതൊരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. ഈ ബീച്ചിന്റെ പേര് കാറ്റാടി ബീച്ച് എന്നാണ്. ഇതിന്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് ഐസ്ക്രീം, കപ്പലണ്ടി അങ്ങനെയുള്ള സ്നാക്സ് ഒന്നും കിട്ടൂല കേട്ടോ. ഇവിടെ അതിനുള്ളതൊന്നും ആയിട്ടില്ല. നമുക്ക് വന്ന് ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കണുണ്ട് അവിടെ. അപ്പൊ ഇരുന്ന് കുറച്ചു നേരം ആസ്വദിച്ചൊക്കെ പോവാം. ഐസ്ക്രീം കുടിക്കണമെന്നൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ അപ്പുറം മാരാരിക്കുളത്ത് തന്നെ പോണം. ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടൂല. ഫ്രീ ആയിട്ട് പോവാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ഥലമാണ് കേട്ടോ. മഴയായത് കാരണം കടൽ ഇച്ചിരി ശോകം, ഭയങ്കര ടെററായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഒതുക്കിയിട്ടിട്ടുണ്ട്. ഫിഷിങ്ങിന് പോയിട്ട് വന്ന് ഒതുക്കി കയറ്റിയിട്ടേക്കണാണ്. ഇവിടെ 2 ഞാനിത് ആദ്യമായിട്ടാട്ടോ ഇത്ര അടുത്ത് കാണുന്നത്. എന്തൊരു വലിപ്പമാണെന്നറിയാവോ ഈ സാധനത്തിന്. ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല, അടുത്ത് നിന്നപ്പോ 10 ഇരട്ടിയുണ്ട്. എന്റെ ഇരട്ടി ഹൈറ്റിനൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്രയും വലിപ്പം ഉണ്ടെന്ന് ഈ സാധനത്തിനുണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടാ. ഇവിടെ 2 കിടപ്പുണ്ട്. അവിടെ ഇതിനല്ലേ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം? അതെ, ഇവിടെ 2 ഉണ്ട്. കുറച്ചൊന്നും ഇതിന്റെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയതാ. അപ്പൊ വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഇപ്പൊ വീഡിയോ എടുത്ത് കാണിക്കുവാണേ. വാ, കമോൺ. ആ ദൂരെ കാണുന്നതാണ് മാരാരിക്കുളം ബീച്ച് കേട്ടോ. ഇവിടെ നിന്ന് നടന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അങ്ങോട്ടേക്ക് നടക്കാം. ഒത്തിരി ദൂരമല്ല. എത്ര കിലോമീറ്റർ വരും? ഒരു 2-3 കിലോമീറ്റർ വരും. നടക്കാം കേട്ടോ. വേണമെങ്കിൽ നടന്ന് അപ്പുറം പോയി ഐസ്ക്രീം കുടിച്ചിട്ട് തിരിച്ച് നടന്നു വന്ന് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോവാൻ വേണമെങ്കിൽ. നടക്കാനൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കേട്ടോ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മിക്കവാറൊക്കെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ സ്ഥിരം പ്ലേസ് ആണ് ഇവിടെ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നു. കണ്ടുപിടിച്ചിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ ഈ ബീച്ച്. നമ്മളിത് നടന്ന കടൽ ഭിത്തിയുടെ അങ്ങോട്ടേക്ക് പോവാട്ടോ. കടൽ ഭിത്തിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ട, നടന്ന് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാവേ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. മഴയത് കാരണം മഴക്കോളുണ്ട്. ആകാശം കണ്ടോ? ഇടയ്ക്കൊരു മഴ പെയ്തായിരുന്നു ഞങ്ങൾ വന്നിട്ട്. അപ്പത്തേക്കും ഞങ്ങൾ അവിടെ ഒതുങ്ങിയൊക്കെ നിന്ന് നനഞ്ഞൊക്കെ ഇരിക്കുക. വലിയൊരു മഴ പെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ മഴ പെയ്ത് തോർന്ന്. ഈ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ട് കുറച്ച് നാളെ ആയുള്ളൂ കേട്ടോ. കുറച്ച് നാളായിട്ടേ ഞങ്ങൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ആദ്യമൊക്കെ മാരാരിക്കുളത്തായിരുന്നു. വീട്ടിൽ വരുമ്പോ എന്തായാലും പോകുന്നൊരു സ്ഥലമാണ് മാരാരിക്കുളം. സൺഡേ ഈവനിങ്സ് നമ്മൾ ബീച്ചിൽ തിരയെണ്ണാൻ വന്നിട്ട് അവിടെ കുറച്ചിരിക്കും. ഇപ്പൊ നമ്മൾ അവിടെ തിരക്കാതെ, ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാ അവിടെ. റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അത് കാരണം ഇവിടെ കണ്ടുപിടിച്ച പിന്നെ സ്ഥിരം ഇവിടെ വരണം. ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡില്. ഇനി ബാക്ക് വ്യൂ കാണിച്ചു തരാം. നമ്മളിത് നടന്ന് കടൽ ഭിത്തിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. കണ്ടോ, സൺസെറ്റ് ആവാൻ പോവാണ്. എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. എന്തിനാണ് ഈ കമ്പൊക്കെ കുത്തി വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല.
എന്തിനോ വേണ്ടി ഈ കമ്പ് കുറെ കുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് അങ്ങറ്റം വരെ നടന്നു പോകാം കേട്ടോ. വരുന്നില്ലേ? കണ്ടോ, ചേര നല്ലോണം അടിച്ച് കയറുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിത് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മളിതാ ഇവിടെ ഇരുന്ന് കാണാന്ന് വെച്ചു. വേണമെങ്കിൽ കുറച്ചങ്ങോട്ട് നടക്കാം, പക്ഷെ പാറക്കെട്ട് അവിടെ ഇവിടെ ആയിട്ട് നടക്കുന്ന കാരണം നടന്നു പോകാൻ ഇച്ചിരി പാടാം. നേരത്തെ മണലുണ്ടായിരുന്നു കേട്ടോ. ഇവര് ഇപ്പൊ പണി നടക്കുന്ന കാരണം നടക്കാനായിട്ട് പാടാ. നോക്കി നടന്നില്ലെങ്കിൽ ഫോണും ഞാനും ഒക്കെ കൂടി താഴെ കിടക്കും. പിന്നെ ഉണ്ടോ ഇവിടെ അതേ ചേട്ടന്മാരൊന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഒത്തിരി പേര് നേരം നിൽപ്പുണ്ട് കേട്ടോ. കാണാവോ? അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി അത് കാണിച്ചു തരാം. ഇത് അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ. കുറേ പേര് ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഇത് മറ്റേ ഹാർബർ സെറ്റപ്പിന് വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കണയാ. ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യും, എൻഡ് ചെയ്യും. എന്നിട്ട് ഇതിനുള്ളിൽ ആ വള്ളമൊക്കെ പാർക്ക് ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ വന്നിരിക്കാനൊക്കെ. കണ്ട ചേട്ടന്മാര് നിരന്ന് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അങ്ങ് അറ്റം വരെയൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. നമ്മളെന്തായാലും അതുവരെ പോകുന്നില്ല. നമ്മൾ ഇതിന് മുന്നേ വന്നപ്പോ പോയായിരുന്നു. എന്താണ് കാര്യം പറ. ഞാൻ രണ്ട് സൈഡിലും ആൾക്കാർ നിൽപ്പുണ്ട് മീൻ പിടിക്കാനായിട്ട്. അങ്ങോട്ട് അറ്റത്തേക്ക് നടന്നു പോകുന്നില്ല. ഒച്ചയുണ്ട്, നടക്കാൻ വയ്യ. അവിടെ അറ്റം വരെ കണ്ടോ, ആ വളവ് കണ്ടോ, ആ വളവ് വരെ നടന്നു പോവാം. ഇപ്പൊ നമുക്ക് തിരിച്ചു കിടക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പൊ നടന്നങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഓടി വരാൻ പാടായിരിക്കും. അത് കാരണം ഞാൻ ആ സൈഡിലോട്ട് പോകുന്നില്ല. ഇവിടെ നിന്ന് കാണിച്ചു തരാം. കുറച്ചാളോടെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ നടക്കാൻ റെഡിയാവുമായിരിക്കും. ഇവിടെ മൊത്തം കടൽ ഭിത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം കുറച്ചു നേരം ഫ്രീ ആയിട്ട് വന്നിരിക്കണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു സ്പോട്ടാണ്. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം കേട്ടോ, പിൻ ചെയ്തേക്കാം താഴെ. ഈ ആലപ്പുഴ മാരാരിക്കുളം സൈഡിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും ഈ സ്പോട്ട്. ഇത് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ആ വെള്ള ടീഷർട്ട് ഇട്ട ചേട്ടൻ കണ്ടോ, ക്യാമറ ഒക്കെ പിടിച്ച് നടന്ന് വെക്കോണ്ടിരിക്കും. വേറെ വെഡിങ് ഫോട്ടോഷൂട്ടും മെറ്റേണിറ്റി ഷൂട്ടൊക്കെ നടത്താറുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഇപ്പൊ ഈ കമ്പ് കുത്തി എന്തിനാണ് ഇതിട്ടേക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കുഞ്ഞു കുഞ്ഞു ബോട്ടൊക്കെ കൊണ്ട് ഒതുക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് വെച്ചതാണോ ഈ കമ്പൊക്കെ? അതെന്തിനാന്ന് അറിയത്തില്ല കേട്ടോ. അതെന്തിനാ വെച്ചേക്കുന്നെന്ന് അറിയാവുന്ന ആരേലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. എനിക്കറിയാൻ പാടില്ല.
ഇതവരുടെ ആ കുഞ്ഞു ബോട്ടും നെറ്റും ഒക്കെ വലയൊക്കെ കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് തിരയെണ്ണ. ഇവിടെ ദേ ഇരിക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം തിരയെണ്ണി കളിക്കാം. നനഞ്ഞു കിടക്കുവാണ്, എന്നാലും സാരമില്ല. യെസ്, കാണുന്നുണ്ടോ? മഴയായ കാരണം കമ്പോ ഓലോ എന്തൊക്കെയോ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അങ്ങ് ദൂരെ മേഘം കാണുന്നുണ്ടോ നിങ്ങൾ? നല്ല രസമില്ലേ കാണാൻ? പിന്നെതാ ചന്ദ്രമാമൻ എത്തിയിരിക്കുന്നു. ഇവിടെ കുറെ ഹോം സ്റ്റേയും റിസോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ, ഈ മാരാരിക്കുളം സൈഡില്. അപ്പൊ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോ കുറെ ഫോറിനേഴ്സും അങ്ങനെ നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇവിടെ അധികം കാണുന്നില്ല. ഞാൻ മാരാരിക്കുളം സൈഡിൽ ഇഷ്ടം മാതിരി ആൾക്കാർ വന്നിരിക്കുന്നത് കാണാം. അപ്പൊ ഇതിന്റെ ഈ ബാക്ക് സൈഡിലൊക്കെ റിസോർട്ടോ ഹോം സ്റ്റേയോ അങ്ങനെ കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. മഴയായത് കാരണം തിര നല്ലോണം കേറുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നതിന്റെ ഇവിടെ വരെ വെള്ളം വന്നിട്ട് പോയി. ഞാൻ ഓർത്ത് നനഞ്ഞെന്ന്. ചിലപ്പോൾ ഏത് സമയം ഒരു മഴ നമുക്ക് പ്രതീക്ഷിക്കാം. മഴ വരുമ്പോൾ നമ്മളിവിടെ നിന്ന് ചെരുപ്പും പെറുക്കിയെടുത്ത് ഓടും. മഴയായത് കാരണം കുറേ നാളായിട്ട് വരാൻ പറ്റുന്നില്ല. 1 മാസത്തിന് മേളിലായിരുന്നു തോന്നുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ട്. കണ്ടോ, വെള്ളം തിര കയറി കയറി വരുന്നുണ്ട്. വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കാല് നനച്ചിട്ട് വേണം. എടുക്കുവാ. ഞാനിപ്പോ കാല് നനയ്ക്കാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ വെള്ളത്തിൽ കാല് നനയ്ക്കാൻ ഇറങ്ങിയോണ്ടാന്ന് തോന്നുന്നു തിരയൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ എന്റെ കാലും പിടിച്ച് ഇവിടെ നിൽക്കുന്നല്ലാതെ തിര മാത്രം വരുന്നില്ല. യെസ്, ഇതടുത്ത് വരുമോ? ഇല്ല, ചതിച്ചു. ഇനി ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. വേഗം വായോ. യെസ്, ഇത് നമ്മളെ നനയ്ക്കും. യെസ്, എന്റെ കാല് നനച്ചു പോയിരിക്കുന്നു. ഉണ്ടോ? ഇപ്പോഴും അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. യെസ്, എന്റെ അടുത്ത് വന്നില്ല, ഞാൻ അതിന്റെ അടുത്ത് പോയി. കണ്ടോ, അങ്ങ് ദൂരെ നമ്മുടെ സേട്ടൻ ഇരിപ്പുണ്ട്. വലിയ തിരയാ കേട്ടോ. വലിയ തിര വന്നു പോയി. സേട്ടൻ എവിടെ ഇരിപ്പുണ്ട്.
ഇനിയിപ്പോ നമുക്ക് പോകേണ്ട സമയമായി. ഞങ്ങൾ ഇനി പതിയെ ഇവിടെ നിന്ന് നീങ്ങട്ടെ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടും. ഋഷിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഋഷി ഇപ്പോഴൊന്നും പോവാൻ സമ്മതിക്കത്തില്ല. ഋഷിക്ക് ഇങ്ങനെ കളിച്ച് വെള്ളത്തിൽ, അവന് ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയായിരുന്നു. ഇപ്പൊ അവന് വെള്ളത്തിൽ ഇറങ്ങാൻ ഇഷ്ടമാണ്. അത് കാരണം അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാടാ. പിന്നെ മഴയും കൂടല്ലേ, അത് കാരണം അവനെ കൂട്ടിയിട്ടില്ല. കാണുന്നുണ്ടെങ്കിൽ ചോദിക്കും എന്നെ കൊണ്ടുപോയില്ല. ഇപ്പതാ അവിടെ നിന്ന് ഒരു വലിയ മഴ വരും കേട്ടോ. ഈ മഴ ഇവിടെ എത്തുന്നതിന് മുന്നേ നമുക്ക് ഓടി ആ ഷെഡിനുള്ളിൽ കയറണം. ഇത് കണ്ടോ, ഇരുണ്ട് കിടക്കുക. ഇവിടെ നിന്ന് എല്ലാരും കൂടെ ഒരു ഓട്ടപ്പാച്ചിലുണ്ട് കേട്ടോ. പെട്ടെന്ന് മഴ പെയ്യും. ഞങ്ങളിപ്പോ വന്ന സമയത്ത് ഒരു മഴ കിട്ടി ഞങ്ങക്ക്. ഇതാ അടുത്ത മഴയുടെ മേഘം കണ്ടോ, എന്ത് ഇരുണ്ട് കിടക്കുവാന്നൊക്കെ. പെട്ടെന്ന് വീഴും മഴ. അതിനുവേണ്ടി നമുക്ക് നടന്ന് നമ്മുടെ സേഫ് സോണിൽ എത്തണം കേട്ടോ. ഇവിടെ വേറെ ചേട്ടന്മാരിരുന്ന് മീൻ പിടിക്കാനിരിക്കുമെന്ന് തോന്നുന്നു. കണ്ട, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വരൂ. അപ്പുറത്തെ കുറെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കില് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ട്രൈപോഡ്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടോ. നേരത്തെ അങ്ങ് അറ്റം വരെ വെച്ചിട്ടുണ്ടേ. നമ്മള് നേരത്തെ കണ്ടില്ലേ വെള്ളം കണ്ടോ. നമുക്കിനി ആ ട്രൈപോഡ് എൻഡ് ചെയ്യുന്ന അവിടം വരെ നടക്കാനുണ്ട്. അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. അവിടം വരെ നടന്നെത്തണം. ഇപ്പൊ നമ്മളിതാ അവിടെ നിന്ന് ആ കാണുന്നുണ്ടോ ആ കടൽ ഭിത്തി, അവിടെ നിന്ന് നടന്നാണ് ഇതേ തിരിച്ചതാ ഇവിടെ എൻഡ് സ്റ്റാർട്ടിങ്ങിൽ വന്ന് കേറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയപ്പോ നമ്മൾ പകുതിക്ക് വെച്ച വീഡിയോ സ്റ്റാർട്ട് ചെയ്ത. അപ്പോ തിരിച്ചു വരുന്നത് വീഡിയോ മൊത്തമായിട്ട് എടുത്തേക്കാണ്. അതെ, ഇവിടെ തൊട്ട് ആ അറ്റം വരെ നടന്നു പോയിട്ട് നമ്മള് തിരിച്ചു നടന്നു വന്നിരിക്കുകയാണ്. ഇനി അവിടെയാണ് കേട്ടോ എൻട്രൻസ് ആയിട്ടൊന്നും ഇല്ല. ആ കാണുന്ന പൊങ്ങി നിൽക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അവിടാണ് മാരാരിക്കുളം. അപ്പുറ സൈഡില് മാരാരിക്കുളം. ഇവിടെ മഴ വന്നാൽ കേറി നിൽക്കാനായിട്ട് അവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. മഴ വന്നാൽ കേറി നിൽക്കുന്നുണ്ട്. സാധാരണ മറ്റേ മീനും വലയൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് മഴ പെട്ടെന്ന് വന്ന് ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലം അത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഓടി അവിടെ പോയി ഒതുങ്ങി നിന്നിട്ട് തിരിച്ചു വരും. പിന്നെ രണ്ട് സൈഡിലും ചേട്ടന്മാര് ക്രിക്കറ്റ്, ഫുട്ബോളും ഷട്ടിലും ഒക്കെ കളിക്കുന്നുണ്ട്. വോളിബോൾ അതാണ് അവിടെ കളിച്ചോണ്ടിരുന്നത്. എല്ലാം മാറി മാറി അവര് കളിക്കും. ഓരോ സമയം വരുമ്പോ അവർ ഓരോ കളിയായിരിക്കും കളിക്കുന്നത്. എന്തായാലും അവർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ആ സൈഡ് ഈ സൈഡ്. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.
ഇതാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്ന ബീച്ച്, കാറ്റാടി ബീച്ച്. ഇപ്പം അധികം ആൾക്കാരൊന്നുമില്ല. ഭാവിയിൽ ഇതൊരു വലിയ ബീച്ചായിട്ട് മാറും. അതിനുള്ള നമ്മൾ വന്ന് തുടങ്ങിയ സമയത്ത് ഇവിടെ ഇത്രയും ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കൂടി വരുന്നുണ്ട്. കുറേ കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ വന്ന് വെക്കൊണ്ട് ഇവിടെ.